നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. മുമ്പൊക്കെ ഓഗസ്റ്റ് 15-ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും പരേഡ് ഗ്രൗണ്ടിൽ പോകുന്നു, അവിടുത്തെ പരേഡ് കാണുന്നു, സല്യൂട്ട് ചെയ്യുന്നു, തിരിച്ചു പോരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ 3-4 ഇൻഡിപെൻഡൻസ് ഡേകൾക്ക് ഇതൊന്നും സാധിക്കുന്നില്ല. കാരണം നമ്മളെ നേരെ മഹീന്ദ്ര മുംബൈയിൽ കൊണ്ടുവരും. ഏതെങ്കിലുമൊക്കെ വാഹനങ്ങൾ അവർ എക്സിബിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യും, അതിൻ്റെ വീഡിയോ എടുക്കുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടു കാണും, ഏറ്റവും പുതിയ ലൈഫ് സ്റ്റൈലർ എന്ന് പറയുന്നൊരു പിക്കപ്പ് ട്രക്കാണ് ലോഞ്ച് ചെയ്തതെങ്കിൽ ഇന്ന് കുറേ വാഹനങ്ങൾ ഒരുമിച്ച് ലോഞ്ച് ചെയ്തു. സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. ഇത്രയധികം വേരിയൻസ് ഒന്നും ഒരു കമ്പനിയും കൊണ്ടുവരാൻ പാടില്ല, ഞങ്ങളെപ്പോലുള്ളവർ ബുദ്ധിമുട്ടി പോകുന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്നിവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് സ്പോട്ടക് എന്ന് പറയുന്ന ഏറ്റവും പുതിയ BE6-ൽ വരുന്ന സ്പോട്ടക് എന്ന് പറയുന്ന കുറേ ആ എഡിഷൻ്റെ കീഴിൽ വരുന്ന കുറേ വേരിയൻസ് ആണ്. അതിൽ 1, 2, 3, 3+4 ലോഞ്ച് എഡിഷൻ, FE4 അങ്ങനെ ഇത്രയും എഡിഷനാണ് ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ FE എന്ന് പറയുന്നത് ഫ്രീഡം എഡിഷനാണ്. അതായത് ഓഗസ്റ്റ് 15 ഫ്രീഡം എഡിഷൻ. അപ്പോൾ ഇതിൽ മാറ്റങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്ന എക്സ്റ്റീരിയർ കളേഴ്സിലും അതുപോലെ തന്നെ ഇൻറ്റീരിയർ കളേഴ്സിലും ഒക്കെയാണ്. പക്ഷേ ടോപ്പ് എൻഡുകളിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും 3 സ്ക്രീനുകൾ വന്നു ഉൾഭാഗത്ത് നിന്നുള്ളൊരു പ്രധാനപ്പെട്ട മാറ്റമാണ്. 3 സ്ക്രീനുകളെന്ന് പറയുന്നത് നമുക്കറിയാം 9E ഉണ്ടായിരുന്നു 3 സ്ക്രീൻ. പക്ഷേ ഈ ഒരു മോഡലിൽ BE6-ൽ 3 സ്ക്രീനുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 3 സ്ക്രീനുകളുള്ള പുതിയ എഡിഷനുകൾ വന്നിട്ടുണ്ട്. തന്നെയുമല്ല, അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗൂഗിൾ ജെമിനായി ആണിപ്പോൾ പ്രധാനമായിട്ടും ഈ സ്ക്രീനുകളെ നിയന്ത്രിക്കുന്ന എന്നുള്ള കാര്യമാണ്. ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ആ സ്ക്രീനുകളിൽ ചെയ്യാൻ പറ്റും. ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇതിൽ ഇണക്കി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഗൂഗിളുമായിട്ട് ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഈ 3 സ്ക്രീൻ ലേഔട്ടുള്ള വാഹനങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും കാഴ്ചയിൽ കുറച്ച് മാറ്റങ്ങൾ, അതായത് ഈ ഒരു ബാഡ്ജിങ് പോലുള്ള മാറ്റങ്ങൾ മാത്രമേ കാണാനുള്ളൂ. ബേസിക് രൂപത്തിലൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന 4 എന്ന് പറയുന്ന സ്പോട്ടക്കിൻ്റെ 4 എന്ന് പറയുന്ന എഡിഷനാണ്. ഇതിൽ 3 സ്ക്രീനുള്ള ലേഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ നിറം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും പുതിയതാണ്. അതുപോലെ തന്നെ ഈ ബാഡ്ജിങ്ങുകൾ, അതാണ് പ്രധാനമായിട്ടും പറയുന്ന കാര്യം. ഏതായാലും ഇൻറ്റീരിയറാണ് പ്രധാനമായിട്ടും കാണേണ്ടത്. ആരെങ്കിലും ഒരാൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഉൾഭാഗത്തെ സ്ക്രീനുകളും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഓഗസ്റ്റ് 15-ന് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ വേരിയൻസിന് മുന്നിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യദിനം ആശംസിക്കുന്നതോടൊപ്പം തന്നെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
you to do that. Okay. What I'll give you the magic word how she will awake. Okay. So we have to say, "Hey Maya." Yeah. Thank you, Maya. Yeah. So I want you to say, "I would like to see the sky," and then this opens. It's not like exactly the words. You can just say, "I want to see the sun," etc. You want Yeah. to open the sunroof, and then you can ask anything. You can plan a trip to Goa, or you can plan any trip with her. You can ask any advice to her. Oh. Tell a joke. Give me a riddle. Play with me. Something of that Okay. sort. So it's powered by Gemini. So right now everyone are going towards the AI. So we wanted to give an AI facility to the customer. So not you can keep your eyes on the roads, and then you can have a companion conversation. You can even play with the kids. It has a complete guardrails. Okay. It's been taken care. Okay. So I want you to experience Maya. Yeah. Take a small short video. Yeah. So, hi Maya. Hey. Hey Maya. I am planning to go to Goa. Show me the best route. For your trip to Goa, you have two primary choices depending on your priorities. If you prefer speed and smooth highways, take NH48 via Pune and Kolhapur. It is generally the fastest route, typically taking around 10 to 11 hours. Oh, great. If Thank you you. prioritize scenery, the NH66 coastal route is the classic choice. It winds through the Konkan region with beautiful landscapes, though it is often slower and requires more careful driving through the Ghats. Both routes cover roughly 580 to 600 kilometers. Would you like to know about recommended stops along either of these paths? I can suggest Powerbank Charging Station. It's inside a small petrol pump, and some users find the charging to be a bit slow. Is this what you were looking for? Oh. Hey Maya. Hey Maya. It's too cold inside. Increasing temperature. Hey Maya. Hey Maya. Can you show me the sky? Opening the roof. Oh. Hey Maya. Why don't you play me some English pop music? Searching for Espresso by Sabrina Carpenter on YouTube. Please click to play. So it's not only controls here. You can control anything from here. I sit in the rear seat. I can control anything on my screen. Hey Maya. Can you tell me about Baiju and Nair? Baiju N. Nair is a prominent Indian automotive journalist, television host, and author from Kerala. He is widely recognized for pioneering regional automobile journalism in India and serves as the chief editor of the magazine Smart Drive. Beyond his media career, he is an avid traveler who has visited over 130 countries and holds the distinction of being the first person from India to drive from Kochi to London. He has also authored several books, including the Kerala Sahitya Academy Award-winning travelogue, Londonelek Oru Road Yatra. Would you Yeah. like to know more about his No, travel I know about him. experiences? Thank you. That's wonderful. Actually, thank you, Maya. Okay. It was nice meeting you, Yeah. sir. And Priya, by the way, Hi, Priya. tech lead for this Maya. Okay, okay. It was nice meeting you. ഫോമുല ഈ റേസിൽ ഇപ്പോൾ വളരെ സജീവമാണ് മഹീന്ദ്ര. അതുകൊണ്ട് തന്നെ അവർ 2 റേസൊക്കെ നേരിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഈ എഡിഷൻ, ഒരു ഫോമുല ഈ എഡിഷൻ കൂടി വന്നിട്ടുണ്ട്. അതിലാണ് നല്ല ഗംഭീരമായ റെഡ്, എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും നല്ല റെഡ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോക്കി തന്നെ പറയാം, കാരണം വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഈ ടെക് ഡ്രൈവ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ സംഭവം വന്നിരിക്കുന്നതിൽ കസ്റ്റം ഡ്രൈവ് മോഡുണ്ട്. നമ്മൾ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ അറിയാമല്ലോ, അതായത് മെമ്മറിയിലൊക്കെ. പക്ഷേ ഇതങ്ങനല്ല. ഈവൻ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പോലും കൃത്യമായും പ്ലേ ചെയ്യും നമ്മളിതിനകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോൾ. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് പൊസിഷൻ, സീറ്റ് പൊസിഷൻ, എല്ലാ കാര്യങ്ങളും അത് കൃത്യമായിട്ടും സ്വയം കണ്ടെത്തി ചെയ്യും. അവരുടെ വന്ന് ട്രൈബ് ഡ്രൈവ് എന്ന് പറയുന്നൊരു സംഭവം. ട്രൈബ്, അതായത് നമ്മളിപ്പോൾ ഒരു കോൺവോയ് ആയിട്ട് പോകും, നമ്മൾ 10 പേര് ഒരുമിച്ച് വാഹനം ഓടിച്ച് പോവുകയാണെങ്കിൽ മുന്നിൽ പോകുന്നയാൾക്ക്, ഏറ്റവും മുന്നിൽ പോകുന്നയാൾക്ക് റോഡ് ഒന്ന് മിസ്സാകുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ ഈ ഒരു കോൺവോയിലുള്ള വാഹനങ്ങളെല്ലാം കൂടി അദ്ദേഹത്തെ അറിയിക്കുന്ന ട്രൈബ് ഡ്രൈവ് ഉണ്ട്. പിന്നെ ഡ്രിഫ്റ്റ് മോഡുണ്ട്. ഡ്രിഫ്റ്റ് മോഡ് നമ്മൾ രാവിലെ കണ്ടു കഴിഞ്ഞു, അത് നിങ്ങൾ വിഷ്വലും കണ്ടു കാണും. ഗൗരവഗിൽ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് കണ്ടു. അതുപോലെ തന്നെ ആക്സിലറേഷൻ ബൂസ്റ്റ് ഉണ്ട്. പിന്നെ റിവൈവ് ആൻഡ് റിവൈവ് SOS എന്ന് പറയുന്ന സംഭവമാണ്. അതൊരു ഗംഭീര സാധനം. അതായത് നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്നു, അപ്പോൾ പെട്ടെന്ന് ചാർജ് 0 ആകുന്നു. 0 ആകുമ്പോൾ നിങ്ങൾക്ക് 13 കിലോമീറ്റർ വീണ്ടും ഓടാനുള്ള ചാർജ് വാഹനം തരും. എന്നിട്ടും എത്തുന്നില്ല, എന്നിട്ട് നിങ്ങളൊരു ചാർജിങ് സ്റ്റേഷനിൽ എത്തുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും 10 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് തരും. പക്ഷേ അത് നിങ്ങളുടെ ലൈഫ് ടൈം, നിങ്ങളുടെ അല്ല കേട്ടോ, വാഹനത്തിൻ്റെ ലൈഫ് ടൈമിൽ 5 പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 23 കിലോമീറ്റർ ഓടിച്ച് വളരെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ ചാർജിങ് സ്റ്റേഷൻ വരെ എത്താൻ പറ്റുന്നുള്ള ഒരു ഗംഭീര സംഭവമാണ്. അതാണ് ഈ ടെക് മോഡ് എന്ന് പറയുന്ന സാധനം. പിന്നെ അടുത്ത ടെക് പ്ലേ എന്ന് പറയുന്നതിൽ ഇതിൽ ഇൻകാർ ഗെയിമിംഗ് ഉണ്ട്. നിങ്ങൾ ഗെയിമിംഗ് എന്ന് പറയുന്നത് വളരെ പോപ്പുലറാണ്. ഇതിൻ്റെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറൊക്കെ വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. പിന്നെ ഡോൾബി വിഷൻ അറ്റ്മോസ്ഫിയർ ഉണ്ട്. കൂടാതെ കരോക്കെ ഉണ്ട്. കരോക്കെ എന്ന് വെച്ചാൽ
നിങ്ങൾ ഏതെങ്കിലും പാട്ടിൻ്റെ കരോക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ അതിൽ ലൈൻസ് ഇങ്ങനെ എഴുതി വരും പാട്ടിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ആ കരോക്കയോടൊപ്പം പാട്ട് പാടാൻ പറ്റുന്നുള്ളത് അത് രസകരമായ മറ്റൊരു കാര്യം. ഇനിയുള്ളത് ടെക് സെക്യൂർ എന്ന് പറയുന്നതാണ്. അതായത് ഇതിൽ സെക്യൂർ 360 Pro എന്ന് പറയുന്ന സംഭവമുണ്ട്. നിങ്ങളിപ്പം വീട്ടിലിരിക്കുകയാണ്, വാഹനം വെളിയിൽ കിടക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ അടുത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വാഹനം വഴി നിങ്ങൾക്ക് സംസാരിക്കാം. എന്താണ് വാഹനത്തിൽ ചുറ്റും നടന്ന് ചരയണത് എന്നൊക്കെ നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. വാഹനത്തിനുള്ളിൽ നിന്നും അദ്ദേഹത്തിനെ കേൾക്കാൻ പറ്റി ഓടി രക്ഷപ്പെടും. കള്ളന്മാരുടെ കാര്യത്തിൽ ഓടി രക്ഷപ്പെടും. അടുത്തത് NFO കാർഡും അതുപോലെ ഡീറ്റെയിൽ കീ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെയുള്ള തേർഡ് സ്ക്രീൻ, അതായത് ഈ ഒരു തേർഡ് സ്ക്രീൻ നിങ്ങൾക്ക് പേരൻ്റൽ ലോക്ക് ഉണ്ട്. അത് കുട്ടികൾ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പം കളിക്കണ്ട മോനെ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ലോക്ക് ചെയ്യാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംഭവമാണെങ്കിലും അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് പേഴ്സണലൈസ്ഡ് ടെയിൽ ഗേറ്റ് മെസ്സേജിങ്. ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് കൊണ്ട് വാഹനം പാർക്ക് ചെയ്യുന്നു, അവിടെ പക്ഷേ ശരിക്കും പാർക്ക് ചെയ്യാൻ കാര്യമായ സ്ഥലമില്ലെന്നിരിക്കട്ടെ, അങ്ങനെയാണ് നിങ്ങളത് ഇട്ടിട്ട് പോകുമ്പോൾ സാധാരണ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഗൾഫിലൊക്കെ പ്രത്യേകിച്ചും ഇവിടെ നിങ്ങളുടെ നമ്പർ എഴുതി വെക്കും നിങ്ങൾ. എന്നിട്ട് ആരെങ്കിലും വന്ന് തൊട്ടുപോലെ വാഹനം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഫോണിൽ വിളിച്ച് ചേട്ടാ എൻ്റെ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അതിന് പകരം നിങ്ങൾക്ക് ബാക്കിൽ ടെയിൽ ഗേറ്റിൻ്റെ അവിടെ കാണുന്ന ആ ഒരു LED ലൈറ്റ് ഉണ്ടല്ലോ, അതിൽ നിങ്ങളുടെ നമ്പർ വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് ഇറങ്ങിപ്പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കി വിളിക്കാം. ഇനി അതും അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം മെസ്സേജ് ചെയ്ത് ഇറങ്ങിപ്പോൾ അതിലിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ ഒരു ഗംഭീര സാധനം കേട്ടോ. ഈ ഒരു മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനി എത്രത്തോളം എന്താ പറയുക അഡ്വാൻസ്ഡ് ആയതാണ് നമ്മൾ അതുകൊണ്ടൊക്കെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ 3 സ്ക്രീൻ ലേഔട്ടുള്ള ടോപ്പ് എൻഡ് മോഡലിലൊക്കെ വന്നിരിക്കുന്നത്. അത് അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങളെന്നാണ് പറയേണ്ടത്. മറ്റു കാര്യങ്ങളൊന്നും വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചുറ്റുപാടുമൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെയുള്ള വ്യത്യാസമാണ്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഇതാണ്. നമുക്ക് മറ്റ് കളേഴ്സ് ഉള്ള ഇൻറ്റീരിയേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ വിലയും വന്നിട്ടുണ്ട് കേട്ടോ. വിലയെ പറ്റി ഞാൻ ഇറങ്ങി എന്ന് പറയാം അല്ലേ, അതായിരിക്കും നല്ലത്. കമാൺ. അപ്പോൾ പല കളേഴ്സും പല ട്രിമ്മുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതാണ് വളരെ എളുപ്പത്തിൽ കാണാവുന്നത്. റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ്. ഇത് ഒരു വേരിയൻ്റ് ഉൾഭാഗത്ത് വരുന്ന കളേഴ്സാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സ്. അതോടൊപ്പം തന്നെ സീറ്റിൻ്റെ ആണെങ്കിലും ആ ഒരു ആഷ് നിറവും ബ്ലാക്കും റെഡ് സ്റ്റിച്ചിങ്ങും അതെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾക്കത് ഡോർ പാഡിലും ഒക്കെ ആ ഒരു കളർ കാണാം. ഇത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആ വേരിയൻറ്റിലെ കളറാണ്. ഈ ടാൻ ബ്രൗണും അതോടൊപ്പം തന്നെ ബ്ലാക്കും അതിലും ആ ബ്ലാക്കും ടാൻ ബ്രൗണും ഒക്കെ കാണാം. പിന്നെ അടുത്തത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് വന്നിരിക്കും. സോഫ്റ്റ് അല്ലല്ലേ, ബ്ലാക്ക്. ഓക്കെ, ബ്ലാക്കും അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഗ്രീനിഷ് ഫിനിഷും ആണ് വന്നിരിക്കുന്നത്. അത് ഇവിടെയും ആവർത്തിക്കുന്നുണ്ട്. ഡോർ പാഡിലൊക്കെ നമുക്ക് അത് തന്നെയാണ് കാണാവുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ടാൻ ബ്രൗണാണ്. ഞാൻ എൻ്റെ BMW ഒക്കെ എടുത്ത് ആദ്യമേ മാറ്റിയ ടാൻ ബ്രൗണിലേക്കാണ് സീറ്റ്. എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രിമ്മ്. പക്ഷേ വളരെ സ്പോർട്ടിയാണ് ആ റെഡും ബ്ലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ കളേഴ്സിൽ വരുന്ന ആ ഒരു ഡിഫറൻസ്. പിന്നെ ഇവിടെയും എക്സ്റ്റീരിയർ കളേഴ്സിൻ്റെ ആണ് ഈ കാണിക്കുന്നത്. സെറ്റ് ബ്ലാക്ക് ഉൾപ്പെടെ ഇത് ഏറ്റവും പുതിയ കളറാണ്. റോസോ ഇമ്പൾസീവ് റെഡ് എന്നാണ് അതിനെ പ്രതാപ് ബോസ് ഡിസൈനർ വിശേഷിപ്പിച്ചത്. ഫയർ സ്റ്റോം, അങ്ങനെ പല കളേഴ്സ് എക്സ്റ്റീരിയർ കളേഴ്സും ഈ കാണുന്ന എല്ലാ വേരിയൻസിലും കൊടുത്തിട്ടുണ്ട്. B6-ൻ്റെ ഇൻറ്റീരിയറിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, ഞാനത് വണ്ടിയുടെ ഉൾഭാഗത്തിരുന്നപ്പോൾ പറയാൻ വിട്ടുപോയി. അതായത് ഇവിടെ ഇങ്ങനെ ഒരു വലിയ ഒരു ഹാൻഡിൽ ബാർ പോലുള്ള കാര്യം ഉണ്ടായിരുന്നു. അത് കുറച്ച് ക്രാംഡായിട്ട് തോന്നിക്കുമായിരുന്നു. അത് 9A-ലില്ല, B6 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ക്രാംഡായിട്ട് തോന്നുന്നത് എനിക്കത് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ അതിപ്പോൾ ഇതിലത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ B6-ൽ സ്പോർട്ടക് എഡിഷനിൽ അത് ഒഴിവാക്കി. ഇവിടെ അങ്ങനെയില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഓപ്പണായിട്ട് തോന്നുന്ന ഒരു ഫീലുണ്ട്. കുറച്ച് ക്രാംഡായിട്ടുള്ള ഫീല് ഒഴിവായിട്ടുണ്ട്. എന്നാലും സ്പോർട്ടക് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു മാറ്റം ചിലർക്ക് ഇഷ്ടപ്പെട്ട് കാണും, ചിലർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ വിലയിലേക്ക് പോവുകയാണെങ്കിൽ 59 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലിൻ്റെ വില ആരംഭിക്കുന്നത് 11.45 lakhs-ലാണ്. ഈ ഒരു സ്പോർട്ടക് എന്ന് പറയുന്ന എഡിഷൻ്റെ അതിൻ്റെ ടോപ്പ് എൻഡ് 79 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള ഈ ഒരു ടോപ്പ് എൻഡ് മോഡൽ അവസാനിക്കുന്ന വില 26.95 lakhs-ആണ്. പക്ഷേ ബാസ് സ്കീമിൽ വാങ്ങിക്കാം. ബാസ് സ്കീമിലൊക്കെ നിങ്ങൾക്ക് 11 ലക്ഷം രൂപ കൊടുത്ത വാഹനം കിട്ടും. പിന്നെ 3 രൂപ 75 പൈസയാണ് നിങ്ങൾക്ക് പെർ കിലോമീറ്ററിന് കൊടുക്കേണ്ടി വരുന്നത് ബാസ് സ്കീമിൽ. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ ഡീലർഷിപ്പിൽ അന്വേഷിക്കാം. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സ്പോർട്ടക് എന്ന് പറയുന്ന എഡിഷൻ്റെ പല വേരിയൻസ് ഉണ്ട്. ഏത് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കടൽ പോലെ കിടക്കുന്നത് കൊണ്ട് കൃത്യമായും മനസ്സിലാക്കി ഓരോരോ വേരിയൻസിനെ പറ്റി മനസ്സിലാക്കി എടുക്കുന്നതിനായിരിക്കും നല്ലത്. അപ്പോൾ ടോപ്പ് എൻഡ് മോഡലിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ്. നിങ്ങളെ ഞെട്ടിക്കുന്ന ഫീച്ചേഴ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത
ഓഗസ്റ്റ് 15 മഹീന്ദ്ര പുതിയ വാഹനങ്ങളുമായിട്ട് കാണാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും മുംബൈയിൽ നിന്നും ബൈ. ഒരു കാര്യം പറയാൻ വിട്ടുപോട്ടെ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടുത്തെ പോർട്ടിലാണ്, ബോംബെ പോർട്ടിലാണ്. ഈ പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവരിവിടെ ഈ പ്രോഗ്രാം ഇവിടെ വെച്ചൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇവിടെ നിന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ശേഷം ബ്രിട്ടീഷുകാർ കപ്പൽ കയറിപ്പോയത്. കപ്പലേറിപ്പോയ അച്ഛൻ എന്ന് പറയുന്ന പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ തന്നെ ഈ ഒരു സ്വാതന്ത്ര്യദിനത്തിൽ ഈ ഒരു പ്രോഗ്രാം വെച്ചത് വളരെ ഗംഭീരമായൊരു സംഭവമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ. ജയ് ഭാരത് മാതാ കി ജയ്.